ഈ നോമ്പ് കാലത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലും പുഡിംഗ് കണ്ടാലോ. ഇത് റോസ് മിൽക്ക് പുഡിംഗ് ആണ്. ടേസ്റ്റ് ഒന്നും ഒരു രക്ഷയില്ല. കിഡിലെ സാധനമാണ്. നമ്മൾ വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകും. ആൻഡ് ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. ഇത് ഞാൻ കെറ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം കെറ്റിൽ ചൂടാക്കാൻ വെക്കാം. അത് നന്നായി തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ചൈന ഗ്രാസ് ഇട്ട് നല്ല രീതിയിൽ തിളപ്പിക്കാം കേട്ടോ. പിന്നെ ആ ചൈന ഗ്രാസിൽ നല്ല രീതിയിൽ മെൽട്ടായി കാണുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 1 കപ്പോളം പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ട മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതാണെങ്കിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ റോസ് മിൽക്ക് എസൻസ്. അത് ഞാൻ ഏകദേശം ഒരു 4 ഡ്രോപ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പാലുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പൊ നമുക്കൊരു പിങ്കിഷ് കളർ കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചൈന ഗ്രാസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കേ. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിൾ ആയിട്ട് ആക്കി എടുക്കേ. ഇനി നമുക്ക് ഇത് ഏത് പാത്രത്തിലാണ് സെറ്റ് ആക്കി കൊടുക്കേണ്ടത് ആ പാത്രത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കേ. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് ഒരു 20 മിനിറ്റ് വെച്ചാൽ തന്നെ നമുക്ക് സെറ്റ് ആയി കിട്ടും. ആൻഡ് ഫൈനലി നമ്മൾ സാധനം സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. സാധനം ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ആണ്. നോമ്പ് സമയത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള പുഡിംഗ് ആണ്. അതിന്റെ അത്യാവശ്യം നല്ല റീഫ്രഷിംഗും ആണ്. ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുമേ. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഹോസ്റ്റലേഴ്സ് പ്രത്യേകിച്ച് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കേ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.